സോനം വാങ്ചുക്കിന്റെ ഏത് സമരത്തെ ഞങ്ങൾ തടഞ്ഞത്? സാറേ തടയലല്ല സാറേ, ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ നിരാഹാരം കിടക്കുന്നു. പിന്നെ എന്താ സാറേ ചെയ്യണത്? സാറേ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിരാഹാര സമരം ആദ്യമായല്ല. സമരം കണ്ടിട്ടില്ല. നിരാഹാര സമരം കിടന്നാൽ നിങ്ങൾ ഈ നാട്ടിൽ സമരം 5 ദിവസം കഴിഞ്ഞാൽ 6 ദിവസം കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞാൽ അവരെ ചർച്ചയ്ക്ക് വിളിക്കും. അല്ലാതെ പട്ടിണി കിടന്ന് ചത്തുപൊക്കോട്ടെ എന്ന് തീരുമാനിക്കൽ ജനാധിപത്യമല്ല. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ലാസ്റ്റ് വിദ്യാർത്ഥികൾ സഹിക്കിട്ട് സമരത്തിറങ്ങിയപ്പോൾ അടിച്ച് മണ്ട പൊളിച്ചു. എന്നിട്ട് ഹോസ്പിറ്റലിൽ കണ്ട കാര്യം പറയുന്നു ജനാധിപത്യ ബോധം. ഇതാണ് ജനാധിപത്യ ബോധം. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? PSCയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാർ നിരാഹാരം നടക്കുന്ന ഹാഷ്മി കണ്ടില്ലേ? അന്നാവസ്ഥാനം നിരാഹാരം നടന്ന ഹാഷ്മി കണ്ടില്ലേ? ഏകപക്ഷീയമായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു എന്ത് ജനാധിപത്യ മര്യാദ ഹാഷ്മിക്കുള്ളത്? ഞാനും ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മെയിൻ സ്റ്റുഡിയോയിൽ ഇരുന്നത് നുണ ഒറ്റയ്ക്ക് നുണ പറഞ്ഞത് സത്യമാവില്ല. മനസ്സിലാക്കി ഹാഷ്മി? പ്രധാനപ്പെട്ട സ്റ്റുഡിയോയിലിരുന്ന് മുഴുവൻ സംവിധാനത്തോടും കൂടി നിങ്ങൾ ടെക്നീഷ്യന്മാരോട് പറഞ്ഞിട്ട് സൗണ്ട് കൂട്ടി വെച്ച് നുണ പറഞ്ഞാൽ നുണ സത്യമാവില്ല. മനസ്സിലാക്കിക്കോ. ഞാൻ ശ്യാമരാജ് കുറ്റപ്പെടുത്തില്ല. കാര്യം ശ്യാമരാജ് കഷ്ടപ്പെട്ട് പഠിച്ച ആളാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരുപാട് പ്രതിസന്ധികൾ തടഞ്ഞ് പഠിച്ച ആളാണെന്ന് അറിയാം. ആ ആളോട് ഞാൻ ചോദിക്കാം, 2024 ചോർച്ച, 26 ചോർച്ച, UGC നെറ്റിൽ ചോർച്ച, JEE മെയിനിൽ തകർച്ച, CBSE SCSE മര്യാദക്ക് ഒറ്റ പരീക്ഷ നടത്താൻ കെൽപ്പില്ലാത്ത കഴിവുകെട്ട സംവിധാനം തലപ്പത്ത് മന്ത്രിയെ പിടിച്ചേർക്ക് വേണ്ടേ എന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായി ശ്യാംരാജ് പറയും അയാൾ ഇറങ്ങി പോകണം എന്ന് പറയും. പക്ഷേ BJP കാരനായതുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയില്ല. അങ്ങനെയൊരു ധർമ്മസംഘടന മനസ്സിലാവും. ശ്യാം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹാഷ്മി ഇതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് മാരിജാബിയിലേക്ക് പോകും, അങ്ങനെ 65ലേക്ക് പോകും, 80ലേക്ക് പോകും, സിംഗൂരിലേക്ക് പോകും, TNS സ്കോറിലേക്ക് അടുത്തത് മനസ്സിലാവും. അല്ലല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഹാഷ്മിയുടെ ധർമ്മസംഘടന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഏകപക്ഷീയമായിട്ട് എന്നെ അങ്ങോട്ട് ആക്രമിക്കാന്ന് വിചാരിച്ചിരുന്നപ്പോൾ മനസ്സിലാവും. ഹാഷ്മി ഈ പേപ്പർ ലീക്കിനെ കുറിച്ചിട്ട് നീറ്റ് എക്സാമിനെ കുറിച്ചിട്ടൊക്കെ പറയണേ അത് പറയാം. അത് പറയുമ്പോൾ ഹാഷ്മി നമ്മൾ ആദ്യമായിട്ടാണ് ചർച്ചയ്ക്ക് ഇരിക്കുന്നല്ലോ. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഇപ്പൊ ഞാൻ ചരിത്രം പറയുമ്പോൾ മാത്രം ഹാഷ്മിക്ക് ഇത്ര വിഷമം എന്താ? ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാന്ന്. ഞാൻ ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുന്നൊന്നുമില്ല. ഒരു മണിക്കൂർ ഇല്ലെന്ന് കഴിഞ്ഞ ആഴ്ച സാക്ക് ചെയ്യണമെന്ന നിലപാടുള്ള ആളാണ്. അങ്ങേക്ക് തുറന്നു പറയാൻ കഴിയില്ല. കാരണം അങ്ങ് BJPയുടെ വക്താവാണ്. അങ്ങ് മാരിജാബിയിലോട്ട് പോകും, അങ്ങ് TNS സ്കോറിലോട്ട് പോകും, അങ്ങ് സിംഗൂരിലോട്ട് പോകും. എനിക്ക് മനസ്സിലാവും. ഞാൻ സംസാരിക്കുന്നത് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നോക്ക്, അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ അവിടെ മെയിൽ സംവിധാനത്തിൽ ഇരിക്കുന്നതാണ്. നിങ്ങൾക്ക് നല്ല വെച്ച് നിങ്ങളുടെ ടെക്നീഷ്യൻ സൗണ്ട് കൂട്ടാനൊക്കെ പറ്റും. ഞാനിവിടെ ഇരിക്കുന്ന മറുവശത്താണ്, നമ്മൾ ഒരേ സ്റ്റൂഡിയോ തന്നെ ഇരിക്കുന്നതെങ്കിലും. അപ്പോൾ ഞാൻ പറയുന്നത് ഇടപെടാതെ അല്ലെങ്കിൽ ഇടയ്ക്ക് കയറി പറയാതെ ഞാൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കണം. അതല്ല പിന്നെ വേറെ ഒരു കല്ലങ്ങോട്ട് വെച്ചിട്ട് പോകാം. നിങ്ങളോട് ഇഷ്ടമുള്ള നിങ്ങളോട് പറഞ്ഞു. ഇത് പറയട്ടെ, ചരിത്രം പറയണ്ടേ എനിക്ക്. ഈ ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് പറയണ്ടേ? അതിനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ ഹാഷ്മി പറയുന്ന ഏകപക്ഷീയമായിട്ട് കേട്ടിട്ട് പോകാനാണ് നിങ്ങൾ നാളെ എന്തായാലും ക്ലാസ് എടുത്ത് അവിടെ വെച്ചിട്ട് പോകും. ഞാൻ അതിനോട് നിങ്ങൾ മറുപടി പറയും. അതല്ലെങ്കിൽ ഞാൻ പറയാനുള്ള എന്താണെന്ന് നിങ്ങൾ കേൾക്കണം. 2004 പ്രീ മെഡിക്കൽ എക്സാമിനേഷന്റെ പേപ്പറിലേക്ക് ചോർന്നിട്ട് 2006, 7, 8, 11, 12 ഒക്കെ ഓൾ ഇന്ത്യ എൻട്രൻസിന്റെയും ഈ അന്നത്തെ മെഡിക്കൽ എൻട്രൻസിന്റെ ഒക്കെ പേപ്പർ ചോർന്നിട്ടുണ്ട്. പറയട്ടെ കഴിഞ്ഞില്ല, പേപ്പർ ചോർന്നിട്ടുണ്ട്. നിലവിൽ നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക? നീറ്റ് ഞാനൊരു കാര്യം പറയാം. ഈ രാജ്യത്തിന്റെ പേപ്പർ ലീക്ക് ഉണ്ട്, അതിൽ പകുതിയിലധികം പേപ്പർ ലീക്ക് ഉണ്ടായിട്ടുള്ള എന്തായാലും കോൺഗ്രസിന്റെ കാലത്ത്. പക്ഷേ അതിനെ നമ്മൾ പരിഹരിക്കണം. കള്ളല്ലോ ഇത് പേപ്പർ ലീക്ക് 12th പാസ് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ രാജ്യത്തെ പേപ്പർ ലീക്കിനെ കുറിച്ചിട്ടും കോപ്പി അടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന കണ്ടന്റുള്ള സിനിമ വരെ ഇറങ്ങിയ രാജ്യമാണ് ഇവിടെ ഉണ്ടായിരുന്നു. യാഥാർത്ഥ്യമാണ്. അത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നതാണ് ഹാഷ്മി എനിക്ക് എതിർപ്പ്. 18, 19 വയസ്സുള്ള 10-24 കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തപ്പോൾ മിണ്ടാതിരുന്നവർ, സോനം വാങ്ചുക്ക് നിരാഹാരം കിടന്നപ്പോൾ കമാന്ന് മിണ്ടാത്തവർ, അങ്ങോട്ട് പോവാത്തവർ, വെള്ളത്തുടിയിൽ തൂക്കിവാരി കൊണ്ടുപോയവർ, പ്രതിപക്ഷ ബഹുമാനത്തെ പറ്റി ക്ലാസ് എടുക്കുകയാണോ ശ്യാംരാജ്? നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ലേ? വെറുതെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ? പറയട്ടെ ഈ 16 വയസ്സുള്ള കുഞ്ഞിന്റെ ശവപ്പെട്ടി അച്ഛനമ്മക്ക് ഇമോഷണൽ ആണ്. അത് ഞങ്ങൾ മനസ്സിലാക്കി പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. 20 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ശവപ്പെട്ടി അച്ഛനമ്മക്ക് ഇമോഷണൽ ആണ്. അത് രാജ്യത്തിന്റെ ഇമോഷൻ ആണ്. നിങ്ങൾക്ക് മാത്രം ഇമോഷൻ ആവാതെ ഉള്ളൂ ശ്യാംരാജ്. അത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ്. എന്താ എന്റെ ഉദ്ദേശം? എന്റെ വായി കയറിയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന വർത്താനം പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇമോഷണൽ ആവരുത് ഞാൻ പറഞ്ഞു. ഞാനും പഠിച്ച ആൾ തന്നെയാണ്. ഞാൻ വിദ്യാർത്ഥി സംഘടനയിലൂടെ പ്രവർത്തിച്ച ആളാണ്. ഞാനും സമരം ചെയ്തിട്ട് തലപൊട്ടി നിലത്ത് കിടന്നിട്ടുള്ള ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. ഇമോഷണൽ ആവരുത് ഞാൻ പറഞ്ഞു. ഇമോഷണൽ ആവുന്നതിന്റെ കാര്യം എന്താണ്? നിങ്ങൾ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇന്നലെ നിങ്ങൾ എന്താ നോക്ക്, ഇന്നലെ സമരക്കാരോട് ശ്രീ JP നഡ്ഡ നേരിട്ട് പോയി സംസാരിച്ചില്ലേ? ഇന്നെന്താണ് സംഭവിച്ചിട്ടുള്ളത്? സമരക്കാരിൽ പരിക്കേറ്റിട്ടുള്ള ആൾക്കാരെ നേരിട്ട് പോയി കണ്ടില്ലേ? ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ടില്ലേ? അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ഹോസ്പിറ്റൽ അധികൃതരോട് സംസാരിച്ചിട്ടില്ലേ? ഇതൊക്കെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ 10 ഇതൊരു നടക്ക് പോണ മാതിരില്ല. സമരത്തിന് ചരിത്രം ഞാൻ 66 ഡൽഹിയിൽ നടന്നുള്ള സമരത്തിന് വെടിവെപ്പ് നടത്തി 6 പേരെ കൊന്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഹാഷ്മി? ഈ രാജ്യത്ത് എത്ര വെടിവെപ്പ് നടന്നിട്ടുണ്ട്? കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് എത്ര വെടിവെപ്പ് നടന്നിട്ടുണ്ട്? അങ്ങനെയാണ് ഈ BJP സമരത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്.
എത്ര എത്ര മരണം ഉണ്ടായിട്ട് കേരളത്തിൽ നടന്നിട്ടില്ലേ? അത് ഉത്തരം പറ. എന്തായിരുന്നു മുത്തങ്ങ വെടിവെപ്പിൽ ഉണ്ടായിട്ടുള്ള സംഭവം എന്തായിരുന്നു? നിങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ മുത്തങ്ങയും സമരത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മുത്തങ്ങയുടെ നെഹ്റുവിലൂടെ കയറി പണ്ട് ഹാഷ്മി മുഗൾ വെറുതെ പോലെ വിഷയം മാറ്റരുത്. അയോധ്യ ക്ഷേത്രങ്ങളോ ചോദിക്കുമ്പോൾ മുഗൾമാർ കൊള്ളയടിച്ചില്ലേ ചോദിക്കുന്നത് ചോദിക്കില്ലേ? ഹാഷ്മി അതൊന്നും പറ്റില്ല, വെറുതെ വിഷയം മാറ്റരുത്. സമയത്തിലെ കാര്യത്തിലേക്ക് പോവാം. നിങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ രീതിയിൽ സംസാരിക്കാനാണെങ്കിൽ, ഈ വിഷയത്തിന്റെ മെറിറ്റിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ സംസാരിക്കും. ഞാൻ കാര്യത്തിലേക്ക് പോവാം. ഞാൻ പറയുന്നത് തകർന്ന് തരിപ്പണമായ കുട്ടികളുടെ ഭാവി തുലയ്ക്കുന്നു എന്ന ഒരു പോസ്റ്റ് വെക്കുമ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾക്ക് ധാർഷ്ട്യമായിരുന്നു. ആ ധാർഷ്ട്യത്തിന്റെ മുഖത്ത് പ്രഹരം കിട്ടിയപ്പോഴേക്കും നിങ്ങൾ അനങ്ങി. ഹാഷ്മി വേറെ പണിയുണ്ട്, നിങ്ങൾ ചുമ്മാ എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. ഏകപക്ഷീയമായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു എന്ത് ജനാധിപത്യം വരെ ഹാഷ്മിക്കുള്ളത്. ഞാനും ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളാണ്, ഞാൻ പറഞ്ഞല്ലോ. ഞാനും സമരം ചെയ്ത ആളാണ്, ധാരാളം സമരം ചെയ്തിട്ടുള്ള ആളാണ്. സമരം എങ്ങനെയാണ് ചെയ്തതെന്ന്, സമരത്തിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് പറയുന്നത് കേൾക്കണം നിങ്ങൾ. ഞാൻ എന്റെ പാർട്ടിയുടെ കാര്യം പറയാൻ വന്നാണ്, പറയാൻ വേണ്ടി നിങ്ങൾ എന്നെ സമ്മതിക്കണം. പ്രസംഗത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് എനിക്ക് തരുമോ? പിന്നെന്താ ഒരു ഗ്യാപ്പിൽ സംസാരിച്ചോ? ഇവിടെ കുറെ അധികം കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു. നിങ്ങളുടെ സിസ്റ്റം പരാജയത്തിന്റെ രക്തസാക്ഷികളായി. അവരുടെ അച്ഛന്റെ അമ്മമാരുടെ കണ്ണീരോടുണ്ട്. നിങ്ങൾ മൈൻഡ് ചെയ്തവരല്ല ആണോ? അതിൽ കുട്ടികൾ സമരത്തിലിറങ്ങി. നിങ്ങൾ അവരെ പരിഹസിച്ചു. നിങ്ങൾ ബംഗ്ലാദേശി ഫോളോവേഴ്സ് അവരെ കളിയാക്കി ഇല്ലേ? സോനം വാങ്ചുക്ക് അവിടെ നിരാഹാരം കിടന്നു. 20 നാൾ 9 കിലോ നഷ്ടമായി. നിങ്ങൾ മൈൻഡ് ചെയ്തവരല്ല. തൂക്കിവാരി കൊണ്ടുപോയി. നിങ്ങൾ മൈൻഡ് ചെയ്തവരല്ല. ലാസ്റ്റ് വിദ്യാർത്ഥികൾ സഹിക്കിട്ട് സമരത്തിലിറങ്ങിയപ്പോൾ അടിച്ച് മണ്ട പൊളിച്ചു. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി കണ്ട കാര്യം പറയുന്നു. ജനാധിപത്യ ബോധം ഇതാണോ? ജനാധിപത്യ ബോധം? ഉത്തരം മുട്ടിച്ചോളഞ്ഞല്ലോ. ഇന്നലെ വരെ അവർ സമരം നടത്തുന്നതിൽ ആരെങ്കിലും തടഞ്ഞിട്ടുണ്ടോ? ജന്തർ മാസം ഒന്നാട് സമരമല്ലേ? തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഒന്നാം ദിവസം നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കൾ, ധർമ്മേന്ദ്ര പ്രധാൻ, ഒരു മന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? എന്റെ ഹാഷ്മി വെറുതെ ഒച്ചയെടുത്തിട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ആ സമരത്തിലേക്ക്? പറഞ്ഞുതരാം. അതാണ് ഞാൻ പറയുന്നത്. അഭിജിത്ത് ദിയൊക്കെ ഇന്ത്യയിൽ പറന്നുയർന്ന് ഇറങ്ങിയ ദിവസം പെർമിഷൻ ഉണ്ടായിരുന്നോ? പെർമിഷൻ ഉണ്ടായിരുന്നോ? സാധാരണ അവർ സമരം ചെയ്യുന്നത് എങ്ങനെയാ? പെർമിഷൻ എടുത്തിട്ട് സമരം ചെയ്യും. കേന്ദ്ര സർക്കാർ ഡൽഹി പോലീസ് എന്താ പറഞ്ഞേ? നിങ്ങൾ പോയി സമരം ചെയ്തോ? പെർമിഷൻ പോലും എടുക്കാതെ ദീപ്കെ വന്നിട്ട് കാല് കുത്തിയപ്പോൾ സമരത്തിന് പെർമിഷൻ കൊടുത്താണ്. എന്നിട്ട് ഞങ്ങളും വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും കൂടിയാണ്. പക്ഷെ ഇന്ന് കോൺഗ്രസ് ചെയ്തെന്താ ഹാഷ്മി? ഇന്ന് കോൺഗ്രസ് ചെയ്തെന്താ? അതീവ സുരക്ഷാ മേഖലയിൽ, നിരോധന മേഖലയിൽ ഒരാളെയും അറിയിക്കാതെ, പാർട്ടിക്കുള്ളിൽ ആളുകളെ പോലും അറിയിക്കാതെ മുഴുവൻ കോൺഗ്രസ്സുകാരെ പിടിച്ചിരുത്തി. ഞങ്ങൾ പറഞ്ഞു അവിടെ ഇരിക്കരുത്, അത് നിരോധിത മേഖലയാണ്, നിയമപരമായി തെറ്റാണ്. അത് ഞങ്ങൾ കൊണ്ടുവന്ന നിയമമല്ല. ഞങ്ങൾക്ക് മുൻപ് മൻമോഹൻ സിംഗ് ഉള്ളപ്പോഴും ജവഹർലാൽ നെഹ്റു ഉള്ളപ്പോഴും ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഒരേ നിയമമാണ്. ആ നിയമം അനുസരിച്ചിട്ട് പ്രധാനമന്ത്രിയുടെ വസതിക്കടുത്ത് സമരം ചെയ്യരുത്, മാറിയിരുന്ന് സമരം ചെയ്യാം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഹാഷ്മി അതിന്റെ പ്രതിവിധിയാണ് ഹാഷ്മി. ഒരു സിസ്റ്റം പരാജയത്തിൽ, ഒരു സിസ്റ്റം പരാജയത്തിൽ കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് ചാടിയും വിഷം കഴിച്ചും ആത്മഹത്യ ഒന്നും പരിഹാരമല്ലെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഒരുപാട് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്ത ഒരു കാലമാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്ത കെട്ടകാലത്തിലാണ് വിദ്യാർത്ഥികൾ സമരമുഖത്തേക്ക് ഇറങ്ങുന്നത്. അടിച്ച് മണ്ട കയറിയിട്ട് ഹോസ്പിറ്റലിൽ കാണാൻ പോയെന്ന് ജനാധിപത്യ ബോധം പറയല്ലേ? അരാജകത്തെ പിന്തുണച്ചിട്ട് സമരം ചെയ്യാന്ന് പറഞ്ഞിട്ട് നിയമവിരുദ്ധമായിട്ട് അരാജകത്തെ അനാർക്കി ഉണ്ടാക്കിയ നിങ്ങളാണ്. പോലെയുള്ള മാധ്യമങ്ങളും കോൺഗ്രസിനെ പോലെ ഈ ചെക്കന്റെ സംസാരം എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. അവരെ ഒന്ന് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നെങ്കിൽ, എന്താ മക്കളെ പ്രശ്നം എന്നൊരൊറ്റ വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ, സോനം വാങ്ചുക്കിന്റെ നിരാഹാരം തുടരാൻ അനുവദിക്കാതിരുന്നിരുന്നുവെങ്കിൽ, അണ്ണാ ഹസാരെയുടെ സമരത്തോട് ആ സർക്കാർ കാണിച്ച മര്യാദ നിങ്ങൾ കാണിച്ചിരുന്നുവെങ്കിൽ ഈ അനാർക്കി ഉണ്ടാവില്ല. നിങ്ങൾ മെയിൻ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഒറ്റയ്ക്ക് നുണ പറഞ്ഞാൽ സത്യമാവില്ല. മനസ്സിലാക്കി ഹാഷ്മി? പ്രധാനപ്പെട്ട സ്റ്റുഡിയോയിലിരുന്ന് മുഴുവൻ സംവിധാനത്തോടും കൂടി നിങ്ങൾ ടെക്നീഷ്യന്മാരോട് പറഞ്ഞിട്ട് സൗണ്ട് കൂട്ടി വെച്ച് നുണ പറഞ്ഞാൽ നുണ സത്യമാവില്ല. മനസ്സിലാക്കിക്കോ? സോനം വാങ്ചുക്കിന്റെ ഏത് സമരത്തെ ഞങ്ങൾ തടഞ്ഞത്? സാറേ തടയലല്ല സാറേ, ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ നിരാഹാരം കിടക്കുന്നു. പിന്നെ എന്താ സാറേ ചെയ്യണത്? സാറേ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിരാഹാര സമരം ആദ്യമായല്ല. നിരാഹാര സമരം കിടന്നാൽ 5 ദിവസം കഴിഞ്ഞാൽ, 6 ദിവസം കഴിഞ്ഞാൽ, 7 ദിവസം കഴിഞ്ഞാൽ അവരെ ചർച്ചയ്ക്ക് വിളിക്കും. അല്ലാതെ പട്ടടി കിടന്ന് ചത്തുപൊക്കോട്ടെ എന്ന് തീരുമാനിക്കൽ ജനാധിപത്യമല്ല. ശ്യാംരാജ്, സമരങ്ങൾ ഹാഷ്മി കണ്ടിട്ടില്ലേ? PSCയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാർ നിരാഹാരം നടക്കുന്ന ഹാഷ്മി കണ്ടില്ലേ? അണ്ണാ ഹസാരെ നിരാഹാരം നടക്കുന്ന ഹാഷ്മി കണ്ടില്ലേ? ഈ നാട്ടിൽ ആദ്യമായിട്ടാണ് ഒരു സമരം നടക്കുന്നത്. അണ്ണാ ഹസാരെ നിരാഹാരം നടന്നപ്പോഴേക്കും ആ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചു. ശ്യാംരാജ്, ആ സമരക്കാരുമായിട്ട് ഈ പറയുന്ന ബില്ലുണ്ടാക്കാൻ വേണ്ടി എന്താണ് MLA അല്ലാത്ത ആൾക്കാരെ വിളിച്ചിട്ട് ചർച്ച നടത്തു. ശ്യാംരാജ്, ആ സർക്കാർ പറഞ്ഞ സോനം വാങ്ചുക്ക് ഇപ്പൊ എവിടെയാണ്? ആശുപത്രിയിലല്ലേ? സർവ്വസുരക്ഷയോടും കൂടിയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും കൂടി ആശുപത്രിയിലല്ലേ? അദ്ദേഹം നിരാഹാരം കിടന്നതല്ലാതെ ചർച്ചയ്ക്ക് വിളിക്കല്ല. അതല്ല ചർച്ചയ്ക്ക് വിളിക്കല്ല. വെള്ളത്തുണിയിൽ തൂക്കി വാരി കെട്ടി ബണ്ടിൽ ഔട്ടാക്കി ആംബുലൻസ് ആശുപത്രി തള്ളലാണോ അങ്ങയുടെ ജനാധിപത്യം? കഷ്ടമാണ്. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഈ സമരം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഒരു മര്യാദക്ക് ഒറ്റ പരീക്ഷകൾ നടത്താൻ കഴിയാത്തവണ്ണം പരാജയപ്പെട്ട സംവിധാനമായി അത് അണ്ടർസ്റ്റുഡായ കാര്യമാണ്. അതിന് തലപ്പത്തിരിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണോ? ശ്രീ ശ്യാമരാജ്, ഇവിടെ BJPയുടെ പ്രതിനിധിയെ വിളിച്ചിരുന്നിട്ട് കുറെ വേറെ ആൾക്കാരെ വിളിച്ചിരുന്നിട്ട് അവർക്ക് വായി തോന്നിയതെല്ലാം പറഞ്ഞിട്ട് കേട്ടിട്ട് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പാർട്ടിയുടെ നിലപാട് പറയാൻ വേണ്ടിയിട്ടാണ്. BJPക്ക് ജനാധിപത്യ ബോധമില്ല എന്ന് പറയുമ്പോഴും BJP സമരത്തെ നേരിട്ട് ശരിയായില്ല എന്ന് പറയുമ്പോഴും ഇടതുപക്ഷം നേരിട്ട് എങ്ങനെയാണെന്ന് പറയുമെന്നേ.
അത് ജനങ്ങൾ അറിയേണ്ട കാശ്മീർ. മാധ്യമമല്ലേ, ഇതൊരു മാധ്യമമല്ലേ? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ജനങ്ങൾ അറിയേണ്ടെന്ന് കാശ്മീർ വാശിപ്പിക്കും. ഞാൻ കുറ്റം പറഞ്ഞില്ല. ഈ സമരത്തെ BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് നേരിട്ടതെന്ന് ജനങ്ങൾ അറിയരുതെന്ന് ഹാഷ്മി വാശി പിടിക്കരുത്. ഞാൻ ചോദിക്കാം, 2024 ചോർച്ച, 26 ചോർച്ച, UGC നെറ്റിൽ ചോർച്ച, JEE മെയിനിൽ തകർച്ച, CBSE SCSE മര്യാദക്ക് ഒറ്റ പരീക്ഷ നടത്താൻ കേൾപ്പില്ലാത്ത കഴിവുകെട്ട സംവിധാനം തലപ്പത്തുനിന്ന് മന്ത്രിയെ പിടിച്ചെടുക്ക് വേണ്ടേ എന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായി ശ്യാംരാജ് പറയും അയാൾ ഇറങ്ങി പോകണം എന്ന് പറയും. പക്ഷേ BJP കാരനായതുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയില്ല. അങ്ങനെയൊരു ധർമ്മസംഘടന മനസ്സിലാവും ശ്യാം. ഹാഷ്മി ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മാരിജാബിയിലേക്ക് പോകും, അങ്ങനെ 65ലേക്ക് പോകും, 80ലേക്ക് പോകും, സിംഗൂരിലേക്ക് പോകും, ടിയാൻമെൻ സ്കോറിലേക്ക് അടുത്ത് പോകും. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഹാഷ്മിയുടെ ധർമ്മസംഘടന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഏകപക്ഷീയമായിട്ട് എന്നെ അങ്ങോട്ട് ആക്രമിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ എനിക്ക് ആ വേദന മനസ്സിലാവും.